എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1-2 ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് വല്ലാതെ മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഇട്ടിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാ ബ്രെഡ് പീസസും ഞാനിവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അധികം എരിവ് ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്ര വെജിറ്റബിൾസേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മയോണൈസാണ്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ കിട്ടും. അപ്പോൾ അത് നല്ല കട്ടിയായിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ പെപ്പർ പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് പീസസ് എടുക്കുക. അപ്പോൾ ബ്രെഡ് പീസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1-2 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്തൊരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് ചൂടോടുകൂടി കഴിക്കുക കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്, നല്ല ക്രഞ്ചി ആയിട്ടും പുറമേ നല്ല ക്രഞ്ചി ആയിരിക്കും, ഉള്ളിൽ നല്ല സോസ് പോലെയൊക്കെ ഇരിക്കുന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്